ഹലോ എവ്രി വൺ. നമ്മളിപ്പം ലിക്റ്റൻസ്റ്റൈൻ എന്ന് പറയുന്ന ഒരു രാജ്യത്താണുള്ളത്. ഇത് ബേസിക്കലി രാജ്യമാണ്, പക്ഷെ ഇവിടെ രാജഭരണമാണ്. ഇത് ജർമ്മനിയിൽ നിന്ന് ഒരു 4 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. ഓസ്ട്രിയയുടെയും സ്വിറ്റ്സർലാൻഡിൻ്റെ ഇടയ്ക്കുള്ളൊരു രാജ്യമാണ്. ഞങ്ങൾ ജസ്റ്റ് ഇന്നും നാളെയും ഇവിടെ എക്സ്പ്ലോർ ചെയ്യാമെന്ന് വിചാരിച്ച് വന്നു. മാർച്ച് ആണെങ്കിലും ഇവിടെ നല്ല സ്നോ ഉള്ള സമയമാണ്. അപ്പോൾ നമുക്ക് ലിക്റ്റൻസ്റ്റൈൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ കണ്ടാലോ? ലിക്റ്റൻസ്റ്റൈൻ്റെ വിശേഷങ്ങൾ കിടക്കുന്നതിന് മുന്നേ ലിക്റ്റൻസ്റ്റൈനിലേക്ക് എങ്ങനെ എത്തിയെന്ന് പറയാം. നമ്മൾ 4 കൺട്രി ടച്ച് ചെയ്തിട്ടാണ്, അതായത് ബേസിക്കലി ലിക്റ്റൻസ്റ്റൈൻ 4ാമത്തെ കൺട്രിയാണ്. ഇപ്പം നിങ്ങൾ കണ്ടത് ഞങ്ങൾ ഓസ്ട്രിയയിൽ നിന്നും സ്വിസ്സിലേക്കുള്ള ബോർഡർ കടന്നതാണ് കേട്ടോ. ജർമ്മനി, ഓസ്ട്രിയ, സ്വിറ്റ്സർലാൻഡ് ആൻഡ് 4ാമത്തെ സ്റ്റോപ്പാണ് ലിക്റ്റൻസ്റ്റൈൻ. പിന്നെ നിങ്ങൾക്ക് കഴിഞ്ഞ ദിവസമൊക്കെ അറിയാവുന്ന പോലെ എൻ്റെ സൗണ്ട് പോയിരിക്കുകയാണ്. ഞാൻ ഇതിനിയും ലേറ്റായിട്ടിട്ടാൽ ശരിയാവത്തില്ലല്ലോ എന്നോർത്താണ് ഇപ്പോൾ ഈ വീഡിയോ ഇടുന്നത്. അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം. ഒരു ഫ്രോസൺ ലേക്ക് കേട്ടോ. പാർട്ട്ലി ഫ്രോസൺ ആണ്, മൊത്തം ഫ്രോസൺ അല്ല. അവിടെയൊക്കെ മെൽറ്റായിട്ടുണ്ട്. ഇത് നമുക്ക് കയറി നിൽക്കാനൊന്നും പറ്റത്തില്ല, ഇച്ചിരി കട്ടിയുണ്ടെന്നല്ലാണ്ട്. ഇത് കണ്ട് ഇവിടെ ഈ അറ്റത്തൊക്കെ വെള്ളമുണ്ട്. അതുപോലെ ഇതിലെ കൂടെ ആക്ച്വലി വെള്ളം ഒഴുകുന്നുണ്ട്. ആൾക്കാർ ഇത് ആർട്ടിഫിഷ്യൽ ലേക്കാന്ന് പറഞ്ഞു. അതെന്താ സംഭവം എന്ന് എനിക്ക് ആക്ച്വലി മനസ്സിലായില്ല. ഒന്നോട് നോക്കുന്നത് അവിടെ താഴെ കുറച്ചുകൂടി വീതിയുള്ളൊരു ഏരിയ ഉണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഫുൾ ആൾക്കാർക്ക് സ്കീ ചെയ്യാൻ പറ്റുന്ന കൂടെ ഏരിയ. സ്കീയിങ് ചെയ്യാറുണ്ടോയെന്ന് അറിയില്ല. ആ ഒരു ഏരിയയിൽ കുറേ ആൾക്കാർ കാണിച്ചിറങ്ങണ്ടോ, ജസ്റ്റ് ഇങ്ങനെ പോകുന്നുണ്ട്. സ്കീയിങ് പഠിക്കാൻ വന്നവരാണോ അതോ അറിയില്ല. എന്തായാലും ഞങ്ങളങ്ങോട്ടൊക്കെ ഒന്ന് നടന്നു നോക്കും. സ്നോയുടെ തിക്നെസ് ഇത് എത്ര കാണും ഡീജെ? ഹാഫ് മീറ്ററിൽ മുകളിൽ തിക്നെസ് ഉണ്ട്. കണ്ടോ, ഞാനിങ്ങനെ നിൽക്കുവാണെങ്കിൽ എൻ്റെ ഈ ലെവലിൽ സ്നോ ഉണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്നോയാണ്, റീസെൻ്റ്ലി വീണതാണ്. മലയുടെ അടിയിൽ ഇവിടെ കുറച്ച് വീഡിയോകളുണ്ട്, ഭയങ്കര ഭംഗിയുണ്ട് കാണാൻ. നമുക്ക് പറ്റുവാണെങ്കിൽ ആ ഒരു സ്ഥലത്തേക്ക് പോകാൻ നോക്കാം. നല്ല രസമുണ്ട് കാണാൻ. നല്ല ഫ്രഷ് സ്നോ അല്ലേ ഡീജെ? ഒട്ടും ഇതുണ്ടോ എന്തോ ജീവി ചാടിപ്പോയ പാടാണ് ഇത്. ലൈക്ക് എലി പോലത്തെ. ജർമ്മനി കുറേ എലികൾ, സോറി ഇതിപ്പം ലിക്റ്റൻസ്റ്റൈൻ ആണെന്നാൽ ഇവിടെയൊക്കെ എലികളുണ്ട്. നല്ല ഭംഗി. ഞാൻ കുറച്ച് സ്നോ കയ്യിലെടുത്ത് കാണിക്കാം എത്ര ഫ്രഷാണെന്ന്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. യൂഷ്വലി ഇപ്പം ഒരു 2 ദിവസം കിടന്നു കഴിഞ്ഞാൽ സ്നോ കട്ട പിടിക്കുമല്ലോ. ഇതങ്ങനെ കട്ടയൊന്നും പിടിച്ചിട്ടുണ്ട്. വിരലൊക്കെ നല്ലപോലെ ഡീപ്പായിട്ട് ഇറങ്ങും. മാർച്ച് അവസാനമായി, മാർച്ച് 28 ഇപ്പം ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ കുറച്ചും കൂടെ സ്പ്രിംഗ് എന്ന് ചിന്തിക്കുന്നൊരു അവസ്ഥയാണ്. അപ്പം സ്പ്രിങ്ങിൽ ഇത്ര സ്നോ കാണാൻ ഞാൻ സത്യം പറഞ്ഞ് മെൻ്റലി പ്രിപ്പയർഡ് അല്ല. എന്നാലും സ്നോ കാണുമ്പോൾ ഒരു രസം. എനിക്ക് ഭയങ്കരമായിട്ട് സ്നോ ഇഷ്ടമുള്ള ഒരാളാണ്. പക്ഷേ ജർമ്മനിയിലുള്ളവർക്ക് തിരിയും ഈ ഒരു സീസണിൽ, അതായത് മാർച്ചിൽ ഇത്രയും കട്ട സ്നോ ഒരു ഇതല്ല, ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. മാർച്ചിൽ കുറച്ചും കൂടെ ഫ്ലവേഴ്സൊക്കെ കാണുന്നതായിരിക്കും എല്ലാവർക്കും താല്പര്യം. ഡിസംബർ ജനുവരിയിലത്തെയും ഫെബ്രുവരിയിലത്തെയും സ്നോയും ഇരുട്ടും ഒക്കെ കഴിഞ്ഞിട്ട് ഫൈനലി കുറച്ച് ബ്രൈറ്റ് ആയിട്ടുള്ള സീസണാണ് എല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു വീക്കെൻഡിലും മ്യൂണിക്കിലും സ്നോ വീഴുന്നുമുണ്ട്, ഹെയിൽ സ്റ്റോം ഉണ്ട്. അങ്ങനെ ഒരു വൃത്തികെട്ട വെതറാണ് മ്യൂണിക്കിൽ. കമ്പാരിറ്റീവ്ലി ഇവിടെ നല്ല സൺലൈറ്റ് ഉണ്ട്. ഡി ജെ എന്താ കാണിക്കാൻ പറഞ്ഞു, ഒരു സെക്കൻഡ്. ഓ, അത് റിയൽ ആണോ? ലേക്കിന് നടുക്ക് ഒരാള്, അത് ജീവനുണ്ടല്ലേ. ഈ വലിയ മലയുടെ അടിയിൽ ഇങ്ങനെ വീടൊക്കെ വെച്ച് താമസിക്കുന്ന എന്ത് അടിപൊളി ലൈഫായിരിക്കും അല്ലേ. പിന്നെ മലമുകളിലതാ ഒരു കുരിശ്. ഞങ്ങൾ ചുമ്മാ ഈ ഒരു വഴി നടന്നിട്ട് ചുമ്മാ നടക്കാമെന്ന് വിചാരിച്ചു. ഞാൻ റെഡ് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട്, അപ്പോൾ വൈറ്റിൽ കാണുമ്പോൾ ഭയങ്കര ബ്രൈറ്റ് റെഡായിട്ടുണ്ട് കാണാൻ. നല്ല ഭംഗിയുള്ള സ്ഥലമാണ്. ഈ രാജ്യത്തിൻ്റെ പല ആൾക്കാരും ലിച്ചൻസ്റ്റൈൻ എന്നാണ് പറയാറ്. ശരിക്കും അത് ലിക്റ്റൻസ്റ്റൈനാണ്. ഈ കൺട്രി കുറച്ചുകൂടി സൗത്തിലല്ലേ ഡി ജെ? ഏതിൻ്റെ എങ്കിലുമൊക്കെ. ഫ്രണ്ടിൽ കാണുന്ന വ്യൂ എത്ര ഭംഗിയെന്ന് നോക്കിയാൽ, ലൈക്ക് ഇങ്ങനെ ഒരു വി പോലെ, ആൻഡ് അതിന് നടുക്ക് വേറൊരു മല. അടിപൊളി.
എല്ലാവർക്കും ഇഷ്ടപ്പെടുമോ എന്നറിയില്ല, ബട്ട് ഞാൻ ഇടയ്ക്ക് പറയുന്ന കാര്യം എനിക്കിതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. നല്ലപോലെ മഞ്ഞുണ്ടല്ലേ ഡീജെ. നമ്മൾ ആ കുരിശിൻ്റെ ആ ഒരു ഡയറക്ഷനിൽ കുരിശത് അങ്ങ് മുകളിലുണ്ട്, ചുമ്മാ നടക്കുക. അപ്പം ഞാൻ ഡീജയുടെ അടുത്ത് പറയുമായിരുന്നു, ഞാൻ നടക്കുമ്പോഴൊക്കെ ഐ എം ലീവിങ് സ്റ്റാർസ് ബിഹൈൻഡ് എന്ന്. അതായത് ഇങ്ങനെ നടക്കുകയല്ലോ, കണ്ട് നോക്കുക, എൻ്റെ ബൂട്ടിൻ്റെ അടിയിൽ സ്റ്റാറിൻ്റെ ഡിസൈനുണ്ട്. അപ്പം ഞാൻ നടക്കുന്ന വഴിക്കൊക്കെ സ്റ്റാർ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോഴത്തെ കാലിലും അതെവിടെ, അതാ ഇവിടെ ഉണ്ട്. അപ്പം ഞാനിങ്ങനെ സ്റ്റാർ പതിച്ചുകൊണ്ട് നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുക. ഹാപ്പിനെസ് എന്ന് പറഞ്ഞ ഇതാണ് ഹാപ്പിനെസ്, പ്യുവർ ഹാപ്പിനെസ്. ഇനി ഒന്നുകൂടെ കറങ്ങിയാൽ ഞാൻ തലകറങ്ങി വരും. കുരിശിൻ്റെ ഇത്രയും താഴെ എത്തി. ഇതുണ്ട്, ഇവിടെ ഒരു ബെഞ്ചുണ്ട് ഇരിക്കുന്നത്. അത് എത്രമാത്രം സ്നോയിൽ ബറീഡാണെന്ന് കണ്ടോ. നമുക്കത് എങ്ങനെയാണ് അങ്ങോട്ട് കയറേണ്ടതെന്നുള്ള വഴി പോലും തിരിയുന്നില്ല. പക്ഷേ അവിടെ എന്തായാലും ആൾക്കാർക്ക് ഇരിക്കാനൊരു ബെഞ്ചുണ്ട്. അതിൻ്റെ ഫുൾ സ്നോയിൽ ബറീഡാണ്. ഇതിലെ കൂടെയൊക്കെ എനിക്ക് തോന്നുന്ന സമ്മറിൽ മുകളിലോട്ട് കയറാനുള്ള വഴിയുണ്ട്. കാരണം യൂഷ്വലി ഇങ്ങനെ ഒരു കുരിശ് വെക്കുമ്പോൾ ആൾക്കാർക്ക് അവിടെ പോകാൻ പറ്റണം. ആൻഡ് ഇതാ കുരിശിൻ്റെ താഴെയുള്ള ഏരിയ ആണ്. ഇത്രയും ഏരിയ ഒരു മനുഷ്യൻ പോലും തൊടാണ്ട്, ഒരു ജീവി പോലും പോവാണ്ട് സ്നോ ഇങ്ങനെ ജസ്റ്റ് ഒട്ടും ഡിസ്റ്റർബ്ഡ് ആവാണ്ട് കിടക്കും. ഒട്ടും ബ്യൂട്ടിഫുൾ. നമുക്ക് എന്നാ പറയണ്ടേ, കൺട്രി സൈഡിലൊക്കെ വന്നാലാണ് യൂഷ്വലി ഇത്രയും അടിപൊളി വ്യൂ കാണാറുള്ളത്. പക്ഷേ ഇതിപ്പം ഒന്നാമത് ഈ രാജ്യം ഭയങ്കര ചെറുതാണ്. ഇതിന് മൊത്തത്തിൽ 25 കിലോമീറ്റർ നീളം ഉള്ളതെന്നാണ് ഞാൻ വിക്കിപീഡിയയിൽ കണ്ടത്. DJ ഇച്ചിരി അഡ്വഞ്ചറസ് ആയിട്ട് മുകളിലുള്ള ആ ബെഞ്ചിൻ്റെ അടുത്തേക്ക് പോകാമെന്ന് പ്ലാൻ ചെയ്തു. അവിടെ പോയിട്ട് അവനെടുത്ത വീഡിയോ ആട്ടോ ഇത്. ഇത്രമാത്രം സ്നോ അവിടെ വീണ് കവേർഡാണ്. ഇങ്ങനെയുള്ള സ്പോട്ട്സ് ഒന്നും ആരും എക്സ്പ്ലോർ ചെയ്യുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല. ബേസിക്കലി അവിടെ ഒരു ടൂറിസ്റ്റ്സ് പോലും ഇല്ലായിരുന്നു, ഞാനും DJ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇങ്ങനത്തെ ഓരോ കോർണറിൽ വന്നിട്ട് ഇമാതിരി കാഴ്ചകളൊക്കെ കാണാൻ എനിക്ക് DJക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ കാണുന്ന വ്യൂ ഭയങ്കര അമേസിങ് ആണ്. നമ്മൾക്ക് എപ്പോഴും മനസ്സിൽ ഓർത്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള വ്യൂസാണ് നമുക്ക് എപ്പോഴും കിട്ടുന്നത്. പിന്നെ DJ അവിടെ മുകളിൽ കയറിയതിൻ്റെ പേരിൽ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അത് കഴിഞ്ഞിട്ട് അവന് ഇറങ്ങുന്നതിൻ്റെ കാര്യത്തിൽ ഒരു ബെറ്റ് വെച്ചു. നീ വീഴൂലേ, നമുക്ക് ബെറ്റ് വെക്കാം. €1 ബെറ്റ്. ഞാൻ പറഞ്ഞു വീഴുന്ന സെയിം വഴിക്ക് വരണ്ട. €1 ബെറ്റുണ്ടേ. ഓ, നല്ല ഡെപ്ത് ഉണ്ട് എടാ, നല്ല ഡെപ്ത് ഉണ്ട്. അയ്യോ, തട്ടുന്നിട്ട് ക്യാമറ ഉള്ളതുകൊണ്ട് ഈ സ്ഥലം, ഈ കുരിശിന്റെ കീഴെയുള്ള ഈ സ്ഥലം ഇനി DJ വീണ സ്ഥലം എന്നറിയപ്പെടും. അത് ഭയങ്കര ഡെപ്ത് ആയിപ്പോയി. അത് ശരിക്കും ഇങ്ങനത്തെ സ്ഥലത്ത് നമുക്ക് ഒരിക്കലും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല എത്ര ഡെപ്ത് ഉണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ വീഴുമെന്ന് പ്രെഡിക്റ്റ് ചെയ്തു. ബിക്കോസ് എനിക്ക് നല്ല വീണ് ശീലമുള്ള ആളാണ്. അപ്പം €1 തരാൻ റെഡിയാണ്. DJ തോറ്റു. നമ്മൾ തിരിച്ചടക്കുമ്പോൾ കാണുന്ന വ്യൂ ഇതാട്ടോ. വെരി 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 ബ്യൂട്ടിഫുൾ. എനിക്ക് പറയാൻ വാക്കുകളില്ല, അത്രമാത്രം ഭംഗിയാണ്. ഇൻസ്റ്റഗ്രാമിൽ കണ്ട ഒരു കാര്യം നമുക്ക് ട്രൈ ചെയ്യാം. അതായത് നമ്മൾ ഹാർട്ട് ഷേപ്പ് ആക്കിയിട്ട് അങ്ങനെ അപ്പം പോലെ പൊക്കിയെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഹാർട്ട് ഷേപ്പ് ആയില്ലേ. അയ്യോ, ഇവിടെ ഓൾറെഡി ഇച്ചിരി ഇളകി. ഇനി ഇത് അടിയിൽ നിന്ന് I got it. Really beautiful heart. ഞാൻ തിന്നോട്ടെ. തിന്നട്ടെ. എൻ്റെ റോഡ് സൈഡ് സ്നോയാ. റെഡി? ഹൃദയം തിരിയുന്നുണ്ടോ?
രസമുണ്ടായിരുന്നോ? ആരോ ചവിട്ടി കുഴിച്ച കുഴി കൂടെ ഞങ്ങൾ സൈഡിൽ കൂടെ നടക്കാൻ തീരുമാനിച്ചു. അവിടെ ഒരു അമ്മയും മോനും കൂടെ ഇഗ്ലൂ പോലെ ഉണ്ടാക്കുന്നുണ്ട്, കണ്ടോ? ആ കൊച്ചതിൻ്റെ ഉള്ളിൽ കിടക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് നോക്കാം. നമ്മൾ ഇവിടെ വരെ വന്നെന്ന് നാട്ടുകാരെ അറിയിക്കണം, ലിക്റ്റൻസ്റ്റൈനിലുള്ളവരെ. അമ്പും വരയ്ക്കണേ. ഗുഡ്. ഈ കാണുന്നത് ഞാൻ ആദ്യം കാണിച്ച ലേക്ക് കേട്ടോ. അതിൻ്റെ സൈഡിൽ കൂടെ നടക്കാൻ വഴിയുണ്ടോയെന്ന് അറിയില്ല, ഫുൾ സ്നോ കവേർഡ് ആയതുകൊണ്ട് അത്ര തിരിയുന്നില്ല. പക്ഷെ നേരത്തെ ആൾക്കാർ നടന്ന കാൽപ്പാടുണ്ട്, അതുകൊണ്ട് സേഫാണെന്ന് അറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ അതുവഴി ചുമ്മാ നടക്കാമെന്ന് വിചാരിച്ചു. അതുവഴിയാണ് നമ്മൾ നടന്ന് വന്ന്. നല്ല എക്സസൈസ് ആയിരുന്നു, നല്ല കഷ്ടപ്പാടാണ് നടക്കാൻ വേണ്ടി. കുറച്ച് മരങ്ങളുള്ള ഒരു സ്ഥലമെത്തി. ഇനി നമുക്ക് മുന്നോട്ട് പോയാൽ അവിടെ ഒരു കുഞ്ഞ് ബ്രിഡ്ജുണ്ട്, അതിൽ കൂടെ വട്ടം കറങ്ങി അപ്പുറത്ത് പാർക്ക് ചെയ്തെടുത്തേക്ക് പോകാം. ഇപ്പം നിങ്ങൾ കണ്ടത് ഇപ്പോൾ സ്നോഫോളൊന്നും അല്ല കേട്ടോ, മരങ്ങളുടെ മുകളിൽ നിന്ന് സ്നോ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പീസായിട്ട് വീണുകൊണ്ടിരിക്കും വെയിൽ വരുമ്പം. ഞാൻ വീഡിയോ എടുക്കുന്ന സമയത്ത് കറക്റ്റ് വീണു. DJ അവിടെ പോയിട്ടിരുന്നു. ഭയങ്കര നല്ല ഫീലാണ് ഇവിടെ. അതായത് ആവശ്യത്തിന് തണുപ്പോട്, നമുക്ക് സഹിക്കാൻ പറ്റാത്ത തണുപ്പൊന്നുമില്ല. ചില വീഡിയോസിൽ ഞാൻ പറയാറില്ലേ കൈ ഭയങ്കരമായിട്ട് മരവിച്ചു പോയെന്ന്. അങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, നമുക്ക് കംഫർട്ടബിളായിട്ട് നടക്കാം. കുഴപ്പമില്ല, തണുപ്പൊക്കെയാണ്. സണ്ണി ആയതാണ് അതിൻ്റെ ഒരു മെയിൻ പ്രത്യേകത. എത്ര ബ്യൂട്ടിഫുള്ളാന്ന് നോക്കിയേ. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ ശ്രദ്ധിച്ചത് ഇവിടെ ഇങ്ങനെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു ഹാർട്ട് ഷേപ്പ് ഫീൽ ചെയ്തോ? ഹൃദയത്തിൻ്റെ ഷേപ്പ് എനിക്ക് ഫീൽ ചെയ്തു ഇവിടെ. നേരിട്ട് കാണാനില്ല, പക്ഷേ ക്യാമറ നോക്കുമ്പം അങ്ങനെയുണ്ട്. സ്നോ വീഴുന്നല്ല കേട്ടോ, നേരത്തെ പറഞ്ഞ പോലെ മരങ്ങളുടെയൊക്കെ മുകളിൽ നിന്ന് സ്നോ ഇങ്ങനെ വീണുകൊണ്ടിരിക്കും. വെയിൽ വരുമ്പം സ്നോ മെൽറ്റായിട്ട് വീഴുന്ന. DJ അവിടെ ഇരിപ്പുണ്ട്. DJനെ കാണുമ്പോൾ ലുക്കായിട്ടാണ് എനിക്കിഷ്ടപ്പെട്ടു. ഇങ്ങോട്ട് നോക്ക് DJ. ഇവിടുത്തെ സ്നോയുടെ ടെക്സ്ചർ കണ്ടോ? ആൻഡ് ഇവിടുത്തെ സ്നോഡ് കണ്ടോ? ഇത് കണ്ടോ? ഫുള്ളും മരത്തിൽ നിന്ന് വെള്ളം വീണ് സ്നോ ഈ ഒരു ടെക്സ്ചറിലേക്കായി. അതാ ഈ കൊമ്പിൽ നിന്നൊക്കെ ഫുൾ വെള്ളം വീണുകൊണ്ടിരിക്കുക. ഇതിൻ്റെ അടിയിൽ നിന്ന് നമുക്ക് മഴ പെയ്യുന്ന പോലെ തോന്നും. ആടാ ഈ വെള്ളത്തിൽ ഇവിടെ ഇങ്ങനെ മരങ്ങൾ അതിനകത്ത് വെച്ചേക്കുന്നതെന്ന് അറിയാവോ? മലമുകളിൽ നിന്ന് കാറ്റത്ത് മരങ്ങളുടെ കമ്പൊക്കെ ഒഴുകി വെള്ളത്തിൽ വരുമ്പം ഇവിടെ തടഞ്ഞു നിർത്താൻ വേണ്ടി. കണ്ടോ? ഓക്കെ. DJ എന്നെ മുഖത്ത് ഒന്നും എക്സ്പ്രഷൻ ഇട്ട് ഞാൻ എറിയുന്നില്ല, കൊണ്ടില്ല. അപ്പം നമ്മൾ ഇത്ര നേരം ചുറ്റിക്കറങ്ങിയ ഈ സ്ഥലം, ഇത് കാർ പാർക്കിംഗ് ആണ് ഇവിടെ ഉള്ളത്. ഈ സ്പോട്ടിൻ്റെ പേര് ട്രീസൻബർഗ് എന്നാണ്. ഈ ഒരു പെർട്ടിക്കുലർ സ്പോട്ടിൻ്റെ പേര്. അല്ലാണ്ട് ഈ ഒരു എൻറ്റയർ ഏരിയയ്ക്ക് പറയുന്നത് മാൽബുൺ എന്നാണ്. ഈ ലിക്റ്റൻസ്റ്റൈൻ ഈ കൺട്രിയും ജർമ്മൻ സ്പീക്കിംഗ് കൺട്രിയാണ്. അപ്പം നമുക്ക് വേറൊരു ലാംഗ്വേജിൻ്റെ പ്രശ്നമില്ല, അറിയാവുന്ന ജർമ്മൻ വെച്ച് സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു കൺട്രിയാണ്. പിന്നെ ഇവിടുത്തെ ഡയലക്റ്റ് ഡിഫറെൻ്റ് ആണോ, സ്ലാങ് ഡിഫറൻസ് ഉണ്ടോ എന്നുള്ളത് കുറച്ചും കൂടെ നമ്മൾ സിറ്റിയിലൊക്കെ എക്സ്പ്ലോർ ചെയ്യുമ്പോൾ മനസ്സിലാകുമായിരിക്കും. ഞങ്ങളിപ്പം അങ്ങനെയൊന്നും പോയില്ലല്ലോ, ജസ്റ്റ് ഇവിടെ വന്നു അങ്ങനെ ഇങ്ങനെ കറങ്ങി നടക്കുമല്ലേ. ശരി, ഇനി ഞങ്ങൾ പോകുന്നത് സിറ്റി സെൻറ്ററിലോട്ടാണ്. അവിടെ പോകുമ്പം ചിലപ്പം ഡിഫറൻസ് മനസ്സിലാകുമായിരിക്കും. മാൽബണിലെത്തി. അവിടെ ഒരു കൂട്ടം ആൾക്കാർ ജർമ്മൻ പാട്ട് വെച്ച് ഭയങ്കര ചില്ല് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കും കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നല്ല രസമുണ്ട്. ഇതാ ഇവിടെ മാൽബൺ എന്ന് എഴുതി വെച്ചിട്ടുണ്ട്, മാൽബൺ സെൻറ്റർ. ഈ സൈഡിൽ ആൾക്കാർ സ്ലെഡ്ജ് ചെയ്യുന്നുണ്ട്. കിഡ്സിന് വേണ്ടി കളിക്കാനൊക്കെയുള്ള കുറച്ച് ഏരിയ ഉണ്ട്. ഇതാ അവിടെ ആ ഓറഞ്ച് ബിൽഡിങ്ങിൻ്റെ അവിടെ സ്ലെഡ്ജിങ് നടക്കുന്നുണ്ട്. ആൻഡ് ഇപ്പുറത്തെ വ്യൂ ആണ് സൂപ്പർ. അതായത് മുകളിൽ നിന്ന് ആൾക്കാർ സ്കീ ചെയ്ത് വരുന്നുണ്ട്, കേബിൾ കാറുണ്ട്, പല ലെവൽ ഓഫ് സ്കീയിങ് ഇവിടെ നടക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇവിടെ നിന്ന് ഇരുന്നിട്ടൊന്ന് ഉരുണ്ടാൽ നമുക്ക് താഴെ എത്താല്ലേ DJ? ശരിക്കും സ്ലെഡ്ജിങ്ങിൻ്റെ സംഭവം ഉണ്ടായിരുന്നെങ്കിൽ ഇവിടുന്ന് താഴെ വരെ പോകാമായിരുന്നു.
സ്കീയിങ്ങിൻ്റെ എന്തോ സംഭവം. ഡീജെ ഇവിടുന്ന് ഉരുണ്ട് പോകാൻ താല്പര്യമുണ്ട് താഴോട്ട്. എനിക്ക് നല്ല താല്പര്യമുണ്ട്. അതെ നമുക്ക് ഫുൾ പക്ഷെ മുകളിൽ എമാതിരി സ്റ്റീപ്പാണെന്നറിയോ മുകളിൽ. അടുത്തുമായിട്ട് കാണിച്ചു തരാം. നമുക്കിവിടെ നിന്നിട്ട് കാഴ്ചകളൊക്കെ കാണാം. ഞാൻ ഫസ്റ്റ് മുകളിൽ നിന്ന് ആൾക്കാർ സ്കീ ചെയ്ത് വരുന്നത് സൂം ചെയ്ത് കാണിക്കാം കേട്ടോ. അത്യാവശ്യം നല്ല സ്റ്റീപ്പാണ്. സ്കീയിങ്ങിന് ബിഗിനർ ലെവൽ, മീഡിയം ലെവൽ, ടഫ് ലെവൽ അങ്ങനെയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നത് നമ്മൾ ഈ കാണുന്നത് ടഫ് ലെവലാണ്. അത്രയ്ക്കും സ്റ്റീപ്പാണ്. മാൽബൺ എന്ന് പറയുന്നത് ആക്ച്വലി സിറ്റി സെൻറ്റർ അല്ല കേട്ടോ. അതൊക്കെ ഒരു ഹൈറ്റുള്ളൊരു ഏരിയയിലുള്ളൊരു സിറ്റിയാണ്. സിറ്റി സെൻറ്റർ വേറെ തന്നെയാണ്. ഇത് കണ്ടില്ലേ ആൾക്കാർ സ്കീ ചെയ്ത് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്കിത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ സ്കീയിങ്ങിൻ്റെ ഒരുപാട് വീഡിയോസ് ഈ സീസണിൽ, അതായത് വിൻ്റർ ആകുമ്പം നമുക്ക് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലൊക്കെ കാണാൻ പറ്റുമല്ലോ. ആ സംഭവം ഇത്രയ്ക്കും ഭംഗിയിൽ ഈ ഒരു ആംഗിളിൽ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സ്കീയിങ് പഠിക്കണമെന്ന് എനിക്കും ഡിജിക്കും നല്ല ആഗ്രഹമുണ്ട്. ഓൾസോ ചേട്ടായിക്കും ആഗ്രഹമുണ്ട്. സോ അടുത്ത വിൻ്റർ ആകുമ്പം ആ ഒരു സീസൺ തുടങ്ങുന്ന സമയത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. നമുക്ക് ജർമ്മനിയിലും ഓസ്ട്രിയ ഒക്കെ പോയിട്ട് പഠിക്കാൻ പറ്റും. പിന്നെ സ്കീയിങ്ങിന് പല ലെവൽസ് ഉണ്ട്. അത് ഏതൊക്കെയോ കളേഴ്സ് വെച്ചാണ്. റെഡ്, ബ്ലാക്ക്, ബ്ലൂ ആണെന്ന് തോന്നുന്നു. ബിഗിനർ ബ്ലാക്ക് ആണെന്ന് തോന്നുന്നു ഏറ്റവും ടഫായിട്ടുള്ളത്. ഈ കാണുന്ന എന്തായാലും ബ്ലാക്ക് ലെവലാണ്. ഞങ്ങൾ കുറച്ച് നേരം ഈ ആൾക്കാർ സ്കീ ചെയ്യുന്നതൊക്കെ കണ്ട് ആസ്വദിച്ചിരുന്നത്. എപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു സൈറ്റ് അല്ല. അപ്പം കുറച്ച് നേരം ഇവിടെ കണ്ട് ആസ്വദിച്ചതിന് ശേഷം എവിടെയെങ്കിലും സ്ലെഡ്ജിങ് ഉണ്ടെങ്കിൽ പോയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. ബേസിക്കലി സ്ലെഡ്ജിങ് എന്നും പറയുന്നതാണ് എനിക്ക് മനസ്സിലായത്. സ്ലെഡിങ് എന്ന് പറയുന്നത് അമേരിക്കൻ ഇംഗ്ലീഷും സ്ലെഡ്ജിങ് എന്ന് പറയുന്നത് ബ്രിട്ടീഷ് ഇംഗ്ലീഷുമാണ്. രണ്ടും കറക്റ്റാണ്. എന്തായാലും അത് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ എന്ന് പോയി നോക്കാമെന്ന് ഞങ്ങൾ രണ്ടും ഓർത്തു. ഈ കാണുന്ന താഴോട്ടുള്ള വഴി, ആ വഴി, മുകളിൽ കൂടെയുള്ള വഴി, ബേസിക്കലി അതിൽ കൂടെ വേണമെങ്കിലും സ്കീ ചെയ്യാം. ആൾക്കാർ സ്കീ ചെയ്ത് വന്ന സ്നോയിൽ ഇങ്ങനെ പാടുകളും കാണുന്നുണ്ടല്ലോ. എങ്ങനെ വേണമെങ്കിലും വരാം. അതാ മുകളിൽ നിന്ന് വരുന്ന ആൾക്കാർ എങ്ങോട്ട് പോകുന്നത് നമുക്ക് നോക്കാമല്ലോ. ഞാൻ അവരെ ഇതുവരെ ഫോളോ ചെയ്തില്ല. അങ്ങനെ പോയിട്ട് അതുവഴി ഒരു റൂട്ടുണ്ടെന്ന് തോന്നുന്നു. സോറി, ഞാൻ സൂം ചെയ്ത് കുറച്ച് കൂടി പോയി. കുറച്ചിട്ട് കാണിച്ചു തരാവേ. താഴോട്ടൊരു വഴിയുണ്ട്. എന്നിട്ട് ആ താഴെ എത്തിക്കഴിയുമ്പോൾ അവർ കേബിൾ കാറിൽ കയറി മുകളിൽ പോകും. പിന്നെയും സ്കീ ചെയ്യും. ഇത് മുകളിലോട്ട് പോകും, താഴോട്ട് വരും. ഇത് തന്നെയാണ് സ്കീയിങ് ചെയ്യുന്ന എല്ലാവരും ചെയ്യുന്നത്. പിന്നെ ഇവിടെ പിള്ളേരെ സ്കീയിങ് പഠിപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ട്. മുകളിലേക്ക് ഇവർ ഈ കാണുന്ന സാധനത്തിൽ കയറി ഇരുന്നിട്ട് പോകണം. ഞങ്ങളന്ന് ബ്ലോംബെർഗിൽ പോയില്ലേ, അതുപോലെ ജസ്റ്റ് ഈ കുഞ്ഞു സാധനത്തിൽ കയറി ഇരുന്ന് നമ്മൾ പോകണം. മുകളിലെത്തി കഴിയുമ്പോൾ താഴേക്ക് ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ പോലെ ഇവിടുന്ന് ഉണ്ടോ. ആ മുകളിൽ നിന്ന് പിള്ളേർക്ക് സ്ലെഡ്ജ് ചെയ്ത് വരാനുള്ള ഓപ്ഷനുണ്ട്. സോറി, സ്ലെഡ്ജല്ല, സ്കീ ചെയ്ത് വരാനുള്ള ഓപ്ഷനുണ്ട്. സ്കീയിങ് പഠിപ്പിക്കുന്ന സ്കൂളായത്. ഇവിടെ എവിടെയും സ്ലെഡ്ജിങ് കണ്ടില്ല. സ്ലെഡ്ജിങ് ഉണ്ടായിരുന്നെങ്കിൽ എനിക്കും ഡിജിക്കും ചെയ്യാമായിരുന്നു. നമ്മൾ കണ്ട സ്പോട്ടല്ലാണ്ട് ചുറ്റും പല സ്ഥലങ്ങളിൽ സ്കീയിങ് നടക്കുന്നുണ്ട്. അതിനുവേണ്ടി ആൾക്കാർ കയറി പോകുന്ന കേബിൾ കാർ സെറ്റപ്പാണ് കേട്ടോ അത്. പിന്നെ ഞങ്ങൾ ഇതൊന്നും ചെയ്യാത്തതുകൊണ്ട് മൊത്തത്തിൽ അങ്ങനെ എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ടെന്ന് എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. പക്ഷേ ആ മൗണ്ടൻ്റെ ഏറ്റവും ടോപ്പിലാണ് ആ കേബിൾ കാർ കണ്ടത്. അത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്തു. ഞാൻ 2 സൺഗ്ലാസ് വെച്ചിട്ടുണ്ട് കേട്ടോ. രണ്ട് സ്പെക്സ് വെച്ചിട്ടുണ്ട്. ഞാനൊരു കാര്യം പറയാൻ ഓർത്തു. അവിടെ കുഞ്ഞു പിള്ളേർ, കുഞ്ഞു പിള്ളേരുടെ സ്കീയിങ് സ്കൂൾ കണ്ടില്ലേ. അതായത് 4 or 5 വയസ്സുള്ള, എനിക്ക് തോന്നുന്നു ഏജ് ലിമിറ്റ് മേ ബി 4 എങ്ങാനും ആയിരിക്കും. അതിലും ചേർന്നുണ്ടോയെന്നും അറിയില്ല. അത്രമാത്രം കുഞ്ഞു പിള്ളേരാണ് ഇവിടെ സ്കീയിങ് പഠിക്കാൻ വരുന്നത്. കയ്യിലെടുത്ത് പിടിക്കുന്ന പ്രായമുള്ള അത്രയും പീക്കിൽ പിള്ളേരെ കൊണ്ട് പേരൻസ് വന്നിട്ട് ആ പിള്ളേരെ സ്കീയിങ് പഠിപ്പിക്കാറുണ്ട്. നല്ലപോലെ എക്സ്പോഷർ കൊടുക്കാറുണ്ട്. ഫുൾ സ്പോർട്സും ചെയ്യാറുണ്ട്. സ്കീയിങ് മാത്രമല്ല, സ്ലെഡ്ജിങ് എല്ലാവരും ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ എനിക്ക് പേരറിയാത്ത ഒരുപാട് ആക്ടിവിറ്റീസ് ഇവിടെയുണ്ട്. എനിക്ക് ജർമ്മനിയിൽ, പൊതുവെ യൂറോപ്പിൽ പേരൻസിനോട് ഭയങ്കര റെസ്പെക്റ്റ് തോന്നിയേക്കുന്ന ഒരു കാര്യമാണ്. അതായത് വീഴും അങ്ങനെ നമ്മുടെ പേരൻസൊക്കെ നാട്ടിൽ ഇപ്പം മഴയത്ത് പോലും ഇറങ്ങുമ്പോൾ പനി പിടിക്കുമെന്ന് പറഞ്ഞ് നമ്മളെ സ്റ്റോപ്പ് ചെയ്യുന്ന ആൾക്കാരല്ലേ. നാട്ടിലെ ഒരു പേരൻറ്റിങ് സ്റ്റൈൽ അതാണല്ലോ. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നല്ല എക്സ്പോഷർ കൊടുത്ത് നല്ലപോലെ പിള്ളേരെ ഇങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ പുഷ് ചെയ്യുന്നത് പേരൻസ് തന്നെ. എനിക്ക് ഭയങ്കര റെസ്പെക്റ്റ് ഉള്ളൊരു കാര്യമാണ്. പിള്ളേർക്ക് ഭയങ്കര എക്സ്പോഷർ കൊടുക്കും. ചെറുപ്പത്തിലെ എല്ലാം പഠിപ്പിക്കും. വലുതായിട്ട് കഷ്ടപ്പെട്ട് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. കുഞ്ഞിലെ എല്ലാവരും എല്ലാം അറിഞ്ഞിരിക്കും.
പിന്നെ അവിടെ സെൻറ്ററിൽ തന്നെ ഇങ്ങനൊരു ഡിസ്പ്ലേ ബോർഡ് ഉണ്ടായിരുന്നു. ബേസിക്കലി ഡിസ്പ്ലേ എല്ലാം നമുക്ക് ടച്ച് ചെയ്താൽ എല്ലാ ഇൻഫർമേഷനും കാണിക്കും. അത് ഭയങ്കര അടിപൊളിയായിരുന്നു. എന്തായാലും ഞാനിപ്പോൾ ഈ പറയുന്നത് സ്ലെഡ്ജിങ് നടക്കുന്ന സ്ഥലത്തേക്ക് പോകാമെന്നുള്ളതാണ്. റൈറ്റ് സൈഡിൽ നേരെ ചൊവ്വയുള്ള വഴിയുണ്ടായിരുന്നു. എന്നാലും ഒരു രസത്തിന് ഞങ്ങൾ രണ്ട് ഈ വഴിക്ക് കയറി. ഓൾമോസ്റ്റ് ഉറപ്പായിരുന്നു സ്ലെഡ്ജ് ചെയ്യാൻ പറ്റില്ലെന്ന്. എന്നാലും ഒന്ന് കയറി അത് കാണാമല്ലോ, പിന്നെ എങ്ങനെയെങ്കിലും പറ്റിയാലോ എന്നൊക്കെ ഓർത്തു. അതുകൊണ്ടാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഞങ്ങൾ രണ്ടും മുകളിൽ വലിഞ്ഞു കയറിയത്. സ്ലെഡ്ജ് ചെയ്യുന്ന സ്ഥലത്തേക്ക് കയറി വന്നു. അതാ ഒരാൾ സ്ലെഡ്ജ് ചെയ്ത് വരുന്നു. ഒന്നല്ല, 2 പേര്. അയ്യോ, ആ കൊച്ചുണ്ടോ അവിടെ? ഒന്നും പറ്റിയില്ല. വെരി ക്ലോസ്. ഇത് 1 കിലോമീറ്റർ ലെങ്ത്തിലാണ് നമുക്ക് സ്ലെഡ്ജ് ചെയ്യാൻ വരുന്നത്. 1 കിലോമീറ്റർ വളരെ കുറവാണ്. പിന്നെ നമ്മൾ തന്നെ നമ്മുടെ സ്ലെഡ്ജിങ് എക്യുപ്മെൻറ്റ് കൊണ്ടുവരണം. ഇവിടെ അത് റെൻറ്റിന് കൊടുക്കുന്നില്ലെന്നാണ് മനസ്സിലായത്. എന്തായാലും വേറെ ആൾക്കാർ സ്ലെഡ്ജ് ചെയ്യുന്ന കണ്ട് ഞങ്ങൾ തിരിച്ചു പോകും. ഈ 2 സ്ഥലങ്ങളും, അതായത് മാൽബൺ ആൻഡ് ഓൾസോ നേരത്തെ കാണിച്ച ആദ്യം ഞങ്ങൾ പോയ ട്രീസൺബർഗ്, ഈ 2 സ്ഥലങ്ങളിലും അത്യാവശ്യം എലിവേഷൻ കൂടിയ സ്ഥലത്താണ്. അപ്പം നമ്മൾ ചുരം കയറി വന്ന പോലെയാണ് ഇങ്ങോട്ട് വന്നത്. സിറ്റി സെൻറ്റർ ഭയങ്കര താഴെയാണ്. നിങ്ങൾ കാണുന്നുണ്ടല്ലോ, ലെഫ്റ്റ് സൈഡിൽ ചെറിയതായിട്ട് സിറ്റി കാണുന്നുണ്ടായിരുന്നു. വളരെ മുകളിലാണ്. അപ്പം നമ്മുടെ നാട്ടിലിങ്ങനെ ചുരം കയറി പോകുന്ന ഫീലായിരുന്നു, അതുപോലെ തന്നെ ചുരം ഇറങ്ങുന്ന ഫീലുമായിരുന്നു. കയറിപ്പോയപ്പോൾ എനിക്ക് കുറച്ചൊരു മോഷൻ സിക്നസ് ഒക്കെ ഉണ്ടായിരുന്നു. തിരിച്ചു വന്നപ്പോൾ കംപ്ലീറ്റ്ലി ഓക്കെ ആയിരുന്നു. പിന്നെ ഇങ്ങനെ സ്നോ ഒക്കെ വീണ് കിടക്കുന്നതുകൊണ്ട് തിരിച്ചിറങ്ങുമ്പോൾ കുറച്ചുകൂടെ കാണാൻ പറ്റുമല്ലോ. ഈ മാപ്പിൽ കാണിക്കുന്ന പോലത്തെ വളഞ്ഞ റൂട്ട്സ് എടുത്തിട്ടാണ് കേട്ടോ ഞങ്ങൾ താഴോട്ട് വന്നത്. ഡ്രൈവ് ഒന്നും ഭയങ്കര ഡേഞ്ചറസ് അല്ലായിരുന്നു. ഗൂഗിൾ മാപ്സിൽ എവിടെയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു റിവ്യൂ, ഇത് ഭയങ്കര ടഫായിട്ടുള്ള വഴിയാണ്, നോർമൽ ഡ്രൈവേഴ്സിനൊന്നും ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല എന്ന്. അങ്ങനെയല്ല, നമ്മുടെ നാട്ടിലൊക്കെ ഓടിക്കുന്ന എല്ലാവർക്കും ഡ്രൈവ് ചെയ്യാൻ പറ്റും. ഇത് ഞങ്ങൾ താഴെ എത്തി കേട്ടോ. നേരെ കാണുന്നതാണ് വാഡൂസ് ക്യാസിൽ. ഈ ക്യാസിലിൽ എങ്ങനെയാണ് പോകാൻ പറ്റുന്നതെന്നൊക്കെ ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ബട്ട് പബ്ലിക്കിന് ഓപ്പൺ അല്ല. ഇവിടെയാണ് ഇപ്പോഴത്തെ പ്രിൻസ് ഫാമിലിയൊക്കെ താമസിക്കുന്നത്. ഇത് രാജ്യഭരണമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. രാജ്യഭരണവും ജനാധിപത്യവും മിക്സ് ആയിട്ടുള്ളൊരു ടൈപ്പ് ഭരണമാണ് ഈ രാജ്യത്തുള്ളത്. ശരിക്കും രാജ്യഭരണം എന്ന് പറയാൻ പാടില്ല. ഞാൻ നോക്കിയപ്പം ഏതോ പ്രഭു എന്നാണ് പറയേണ്ടത് പോലും. എന്തായാലും ഏകദേശം ഒരു 4 മണി ആയപ്പോഴേക്കും ഞങ്ങൾക്ക് 2 പേർക്ക് നല്ലപോലെ വിശന്നു. ഒരു ലഞ്ച് കഴിക്കാൻ വിചാരിച്ചു. ലേറ്റ് ലഞ്ചാണ്. ഈ റെസ്റ്റോറൻറ്റിൽ വന്നപ്പോൾ അവിടെ ക്യാഷ് മാത്രമേ എടുക്കത്തുള്ളൂ. അപ്പം നമ്മൾ ATMൽ പൈസ എടുക്കാൻ വന്നു. ആൻഡ് ഇതാണ് കേട്ടോ ATM. ഏതോ ഒരു സ്ഥലത്ത് ചെറിയൊരു ഭിത്തിയിൽ ഇങ്ങനെ സംഭവം പിടിപ്പിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് പൈസ എടുത്തിട്ട് പോകാം. ജർമ്മനിയിൽ ഇങ്ങനെ തന്നെയാണ്. പക്ഷേ നാട്ടിലൊക്കെ ATM എന്ന് പറഞ്ഞ ഒരു റൂം തന്നെയായിട്ടുണ്ടല്ലോ. പിന്നെ ഈ കാണുന്ന ഗ്രീൻ കളറിലുള്ള സംഭവമാണ് ഇവരുടെ ബസ് സ്റ്റോപ്പ്. ഇവിടുത്തെ പബ്ലിക് ട്രാൻസ്പോർട്ടിൻ്റെ ഒരു എന്താ പറയണ്ടേ കളർ എന്ന് പറയുന്നത് ഈ കാണുന്ന ടൈപ്പ് ഗ്രീനാണ് കേട്ടോ. പിന്നെ ബസ് സ്റ്റോപ്പിൻ്റെ പേരും സൈഡിൽ എഴുതി വെച്ചിട്ടുണ്ട്. പബ്ലിക് ട്രാൻസ്പോർട്ട് യൂസ് ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഒട്ടും ബുദ്ധിമുട്ടില്ലാണ്ട് തന്നെ നമുക്ക് ഈ സ്ഥലം വിസിറ്റ് ചെയ്യാം. കാറിലൊന്നും വരണം എന്നൊരു നിർബന്ധമില്ല. നമ്മൾ വേറെ ഇന്ത്യൻ കപ്പിളിനെ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ കാണുന്ന റെസ്റ്റോറൻറ്റിലോട്ടുള്ള വഴിയാട്ടോ. നല്ല കയറ്റമൊക്കെ ഉണ്ട്. കുറച്ചുകൂടെ ഓറഞ്ചിഷ് ഫ്ലേവർ അല്ലേ? ഇത് കണ്ടോ, ഇവിടുത്തെ ഫേമസ് ബിയറാന്ന് തോന്നുന്നു. ബാഡൻസ് വില്ലർ ബിയർ. ജർമ്മൻ ആണെങ്കിൽ പോലും കുറച്ചും കൂടെ ഒരു ഡിഫറൻസ് ഉണ്ട് ഇവരുടെ പ്രൊനൗൺസിയേഷനൊക്കെ. ബേഡൻസ് വില്ലർ ബിയറെ എന്നാണ് തോന്നുന്നു പറയേണ്ടത്. BW എന്നാണ്. എന്തായാലും കണ്ടോ, മുകളിലാണ് ഈ പറഞ്ഞ ബിയറിൻ്റെ പേര് എഴുതിയിരിക്കുന്നത്. ആദ്യത്തേത് കാണുമ്പോൾ അത് W പോലെ തോന്നും, പക്ഷേ ഇത് B ആണ് കേട്ടോ. ഇവരുടെ സ്റ്റൈലിൽ അത് B ആണ്. പിന്നെ ഇത് കണ്ടോ, ഇവിടെ ഇവരുടെ ഒരു കൾച്ചർ ഇങ്ങനെ ഇച്ചിരി കാണിക്കുന്ന പോലെ പഴയ ആ ഒരു രാജാവിൻ്റെ ഒരു ഇത്, രാജാവും രാജ്ഞിയും അല്ലെങ്കിൽ പ്രിൻസസ് ഇരുന്നിട്ട് ബിയർ കുടിക്കുന്നു. ആ BW ബിയറാണ് കുടിക്കുന്നത്. ടേബിളിൽ ഇവരുടെ ടിപ്പിക്കൽ സോസേജ് ഉണ്ട്, ബ്രെഡ് ഉണ്ട്. ആൻഡ് സൈഡിൽ നിന്നും ബിയർ ബാരലിൽ നിന്ന് ബിയർ എടുത്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. അതുപോലെ ബിയർ കൊണ്ടുവരുന്ന നമ്മളുടെ ഇത് ബയണല്ല, എന്നാലും അതുപോലത്തെ സിമിലർ ഡ്രസ്സ് ഇട്ട് വെയിട്രസ് ഉണ്ട്. ഇപ്പോഴത്തെ മ്യൂസിക്കും കാര്യങ്ങളും ഉണ്ട്. ആ ടേബിളിൽ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഞാൻ കണ്ടത്, ആ ടേബിളിൽ റാഡിഷ് വെച്ചേക്കുന്നത് കണ്ടോ. മേ ബി ഈ കൺട്രിയിൽ നല്ലപോലെ റാഡിഷ് ഉണ്ടായിരിക്കും. എന്തായാലും മ്യൂസിക്കും ഉണ്ട്. DJ ഇതിൻ്റെ ഷോൾഡർ കുറച്ചുകൂടി ബാക്കോട്ടാക്കിക്കേ. ആൻഡ് അവിടെ ഒരു പാവം പട്ടി കിടന്ന് ഉറങ്ങുന്നുണ്ട്. അതിന് കടിക്കാൻ ഒരു എല്ലു ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഭയങ്കര ക്യൂട്ട് ഫോട്ടോ. ഇവരിപ്പോൾ നമുക്ക് ടേബിളിൽ കൊണ്ടുവച്ച് ഈ ടേബിൾ പേപ്പർ ഇതിലും നിറച്ചും
ടേബിൾ ക്ലോത്ത് പോലത്തെ സാധനമാണ്. ബട്ട് ഫുൾ ഓഫ് ഈ ഒരു രാജ്യത്തിൻ്റെ ഹിസ്റ്ററിയും കൾച്ചറും ഒക്കെ കാണിക്കുന്ന ഡ്രോയിങ്സ് ഉണ്ട്. ഇത് മൊത്തം വായിക്കാൻ സത്യം പറഞ്ഞാൽ ടൈം എടുക്കും. കാരണം ഇവരുടെ ഈ ആൽഫബറ്റ്സ് ആ ഒരു ഫോണ്ട് സ്റ്റൈൽ വായിക്കാൻ ഇച്ചിരി ഡിഫിക്കൽട്ടാണ്. എന്തായാലും മൊത്തത്തിൽ കുറേ പശുക്കളും ബിയറും മ്യൂസിക്കും എല്ലാം ഉണ്ട്. പഴയ കാലത്തെ വെയിട്രസ് ചേച്ചി ബ്ലഷ് ഇട്ടത് കൂടിപ്പോയി, കവൾ മൊത്തം ചുവന്നിരിക്കുന്നു. ഞങ്ങൾ രണ്ടുപേരും ചിക്കൻ്റെ എന്തോ സംഭവം ഓർഡർ ചെയ്തു, പേരൊന്നും അറിയത്തില്ല. പിന്നെ വളരെ ലിമിറ്റഡ് ഓപ്ഷനേ ഉണ്ടായിരുന്നുള്ളൂ ചിക്കൻ വെച്ചിട്ട്. പിന്നെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്യും. നമ്മൾ ഓർഡർ ചെയ്യുന്ന ഓരോ കുഞ്ഞു സാധനവും ഇങ്ങനെ സ്ലിപ്പിൽ അവർ കൊണ്ടുത്തരും. എന്നിട്ട് ഫൈനൽ ബില്ല് അടിക്കുന്നത് പേപ്പറിൽ കൈ കൊണ്ട് എഴുതി കൂട്ടിയിട്ടാണ്. ഇതൊക്കെ ഭയങ്കര ഡിഫറെൻ്റ് ആണ്. ഫുഡ് കഴിച്ച് ഇറങ്ങിയപ്പോഴേക്കും സൂര്യനൊക്കെ അസ്തമിച്ചു, സൺലൈറ്റ് പോയി, എൻ്റെ ലിപ്സ്റ്റിക്കും പോയി. ഇനി ഞങ്ങൾ ചുമ്മാ സിറ്റി വാക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. സിറ്റി കൂടെ നടന്ന് സിറ്റി കാണാം. നേരത്തെ പറഞ്ഞ ക്യാസിലില്ലേ, അത് എന്ത് ക്യാസിലാടാ? വാട്സോയോ ഈ സ്ഥലത്തിൻ്റെ പേര്? ഞാനൊന്നുകൂടെ നോക്കിയിട്ട് പറയാം. എന്തായാലും അത് പബ്ലിക്കിന് ഓപ്പൺ അല്ല, അപ്പം നമുക്കത് കാണാൻ പറ്റത്തില്ല. അതുകൊണ്ട് സിറ്റി പോയി കാണാം. ഈ കാണുന്ന നമ്മുടെ റെസ്റ്റോറൻറ്റ് ഗ്യാസ്റ്റ് ഹൗസ് ലിൻഡെ. ശരിക്കും എത്ര ബ്യൂട്ടിഫുള്ളാന്ന് നോക്കിയാൽ പുറത്തുനിന്ന് കാണാനും. ഭയങ്കര ഒരു എന്താ പറയണ്ടേ, റെസിഡൻഷ്യൽ ബിൽഡിംഗ് പോലെയല്ല അത് മുകളിൽ കാണാൻ വേണ്ടി. നമ്മൾ നേരത്തെ കയറി വന്ന കയറ്റമൊക്കെ ഇറങ്ങിയിട്ട് എഗെയിൻ നമ്മൾ താഴെ സിറ്റി സെൻറ്ററിലേക്ക് പോവാണ്. നേരെ മുന്നിൽ കാണുന്ന മലനിരകളില്ലേ, അതൊക്കെ സ്വിറ്റ്സർലാൻഡിലത്തെ ആൽപ്സ് ആണ് കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് ലിക്റ്റൻസ്റ്റൈൻ എന്ന് പറയുന്ന രാജ്യത്താണെങ്കിലും മുന്നിൽ കാണുന്ന ആ മലകളൊക്കെ സ്വിറ്റ്സർലാൻഡിലെയാണ്. അങ്ങനെ ഞങ്ങൾ പാർക്കൊക്കെ ചെയ്തിറങ്ങിയപ്പം ഇങ്ങനൊരു സ്കൾപ്ചർ കണ്ടു. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. ഇത് ഫെർണാഡോ ബൊറേറ്റോ എന്ന് പറയുന്ന ഒരു സ്കൾപ്ചർ ഉണ്ടാക്കുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ടാക്കിയതാണ്. റിക്ലൈനിങ് വുമൺ, അതായത് ഉറങ്ങിക്കിടക്കുന്ന ലേഡിയുടെ ബ്യൂട്ടി കാണിക്കുന്ന പോലെയാണ് പുള്ളി ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മളിത് പാർക്ക് ചെയ്തത് ലെഫ്റ്റ് സൈഡ് അടിയിലാണേ. ഇതാ നമുക്ക് വാഡൂസ് എന്നാണ് ഈ സ്ഥലത്തിന് പറ്റി. വാഡൂസ് കാസിൽ കാണാൻ പറ്റും. ഈ ഒരു ആംഗിളിൽ നിന്നുള്ള കുറേ ഫോട്ടോസ് ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ്. അവിടെ സൈഡിലൊരു ബ്രിഡ്ജ് ഉണ്ടെന്ന് തോന്നുന്നു ഇപ്പുറത്തോട്ട് പോകാൻ വേണ്ടി. എന്തായാലും പബ്ലിക്കിന് ഓപ്പൺ അല്ലാത്തതുകൊണ്ട് നമുക്ക് കയറി കാണാൻ വഴിയില്ല. പിന്നെ ചില മരങ്ങളിലൊക്കെ പച്ച നിറം വന്ന് കണ്ടോ, ചിലതിൽ മാത്രം ഇലകളൊക്കെ വരാൻ തുടങ്ങി. പിന്നെ ചില വൈറ്റ് ഇത് കണ്ടോ, അത് ഫ്ലവേഴ്സാണ്. സ്പ്രിങ്ങിൻ്റെ സ്റ്റാർട്ടിങ്. സിറ്റിയൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. കുറേ ഇങ്ങനത്തെ ഫ്ലവേഴ്സൊക്കെ എല്ലായിടത്തും വെച്ചിട്ടുണ്ട്. ഈ ഡാഫോഡിലിൻ്റെ ഒക്കെ സൈസ് നോക്കിയാൽ ലൈക്ക് എത്ര വലിയ ഫ്ലവറാണ്, നല്ല വലിപ്പമുണ്ട്. ഇത് കണ്ടോ, നല്ല വട്ടം, എനിക്കിഷ്ടപ്പെട്ടു. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണെല്ലാം. സിറ്റിയിൽ പാർക്കിങ്ങിനൊന്നും ഒരു കുഴപ്പമില്ലായിരുന്നു. ബേസിക്കലി സാറ്റർഡേ ആൻഡ് സൺഡേ പാർക്കിംഗ് ഫ്രീ ആയിട്ടും കൂടെ കിട്ടി. അതൊരു അടിപൊളി കാര്യമായിട്ട് ഫീൽ ചെയ്തു. ഇവിടെ കണ്ടോ, ഇപ്പം മ്യൂണിക്കൊക്കെ പോലത്തെ സിറ്റീസിലൊക്കെ ബിൽഡിങ്സ് എല്ലാം ഒരു പഴയ ലുക്കായിരിക്കും, എല്ലാം തന്നെ പഴയതായിരിക്കും. പക്ഷേ ഇവിടുത്തെ 80% ഓഫ് ദ സിറ്റി പുതിയ ബിൽഡിങ്സും ഇങ്ങനത്തെ കുറച്ച് ബിൽഡിങ്സ് പഴയതുമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതായത് സിറ്റി സെൻറ്ററാട്ടോ ഞാൻ പറയുന്നത്. ഇപ്പോൾ എൻ്റെ പുറകിലുള്ള ഈ ബിൽഡിങ്ങൊക്കെ കംപ്ലീറ്റ്ലി മോഡേൺ ബിൽഡിംഗ് ആണ്. അവിടെയും എന്തോ കൺസ്ട്രക്ഷനൊക്കെ നടക്കുന്നുണ്ട്. അതെനിക്കൊരു ഡിഫറെൻ്റ് ആയിട്ട് ഫീൽ ചെയ്തു. യൂഷ്വലി യൂറോപ്പിൽ സിറ്റീസൊക്കെ സ്റ്റിൽ പഴയ സ്റ്റൈലിലായിരിക്കും ഉണ്ടാകാറ്. ഇവിടെ അത് ഡിഫറെൻ്റ് ആയിട്ട് തോന്നി. ഈ ഒരു സ്പ്രിംഗ് സീസണിൽ ഏത് രാജ്യത്തോ ഏത് സിറ്റി എവിടെ പോയാലും ഞാൻ ആ സിറ്റിയുടെ ബ്യൂട്ടി മെഷർ ചെയ്യുന്നത് അവിടുത്തെ ആർക്കിടെക്ചറും പിന്നെ അതുപോലെ ആ സിറ്റി എത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടെന്നാണ്. അതിലൊരു മെയിൻ കാര്യമാണ് ഫ്ലവേഴ്സ്. ഈ സിറ്റിയിൽ എല്ലായിടത്തും ഫ്ലവേഴ്സ് വെച്ച് നല്ലപോലെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഈ കാണുന്ന വ്യൂ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അതാണ് അവിടുത്തെ സെയിൻറ്റ് ഫ്ലോറിൻ ചേർച്ച്, സിറ്റി സെൻറ്ററിലുള്ള ചേർച്ചാണ്. നാളെ ഈ പള്ളിയിൽ ഓശാനിക്ക് വേണ്ടി ഞങ്ങൾ പോകുന്നുണ്ട്. അതുകൊണ്ട് പള്ളിയുടെ ഉള്ളിലൊന്നും ഞാനിന്ന് കാണിക്കുന്നില്ല. പിന്നെ പുറകിലെ ആൽപ്സും ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. ഇത് അവിടുത്തെ ഒരു മ്യൂസിയത്തിന് മുന്നിൽ പോയിട്ട് വെറുതെ എടുത്ത വീഡിയോ. ഹായ് എവ്രിവൺ, ഹായ് ഫ്രം ലിക്റ്റൻസ്റ്റൈൻ. റൈറ്റ് സൈഡിൽ മ്യൂസിയമാണ്, ലെഫ്റ്റ് സൈഡിൽ എന്താ ബിൽഡിംഗ്, ഇതൊരു കഫേയാണ്. ഇത് ഭയങ്കര ക്ലീനാണ്, അതായത് നിലത്ത് ഒരു കുഞ്ഞി പേപ്പർ പോലും കാണാനില്ല. ബട്ട് മ്യൂണിക്കിൻ്റെ ഒക്കെ സിറ്റി സെൻറ്ററിൽ ഡെഫിനറ്റ്ലി കുറച്ചൊക്കെ വൃത്തികേടൊക്കെ കാണാനുണ്ടായിരിക്കും. DJ, നിനക്ക് ഇവിടെ വന്നിട്ടുള്ളൊരു ഫീൽ പറ മൊത്തത്തിൽ. എടോച്ചിട്ട് മിണ്ടണേ. പുതിയ കൺട്രി പോലെയുണ്ട് ഇതിനിടക്ക് പണിയത്. പക്ഷെ ഇത് പഴയ കൺട്രിയാ, പുതിയ പോലെ ഉണ്ടല്ലേ. അവിടെ കുറച്ച് മരങ്ങളും മരത്തിൽ കുറച്ച് പൂക്കളുണ്ട്. നമുക്ക് അവിടെ പോയി നോക്കാം.
ഈ ഒരു ഏരിയ മൊത്തം ഇവരൊരു യെല്ലോ സ്റ്റോൺ യൂസ് ചെയ്തിട്ടാട്ടോ കൺസ്ട്രക്ട് ചെയ്തേക്കുന്നത്. ഈ ലെഫ്റ്റ് സൈഡിൽ കാണാൻ പോകുന്ന ബിൽഡിംഗ് ഇവിടുത്തെ പാർലമെൻറ്റാണ്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതൊരു രാജ്യഭരണം പ്ലസ് ജനാധിപത്യം മിക്സ് ചെയ്തിട്ടുള്ള ഒരു കൺട്രിയാണ്. പിന്നെ ഈ കാണുന്ന സ്കൾപ്ചർ അതിൻ്റെ ഓപ്പോസിറ്റ് ഉള്ളതാണ്. ഇത് ഹെൽമെറ്റ് ഹെഡ് എന്ന് പറയും. ലാർജ് ഫിഗർ ഇൻ ഷെൽട്ടർ എന്ന് പറയുന്ന ഒരു സ്കൾപ്ചറാണ്. ഇതിനെപ്പറ്റി ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ലാർജ് ഫിഗർ ഇൻ എ ഷെൽട്ടർ എന്നുള്ള വേർഡ് യൂസ് ചെയ്ത് ഗൂഗിൾ ചെയ്താൽ മനസ്സിലാകും. ഇത് വേൾഡ് വാറിനെ റെപ്രസെൻ്റ് ചെയ്തിട്ട് പാബ്ലോ പിക്കാസോയുടെ എന്തോ പെയിൻറ്റിങ്ങിൽ നിന്നും മോട്ടിവേറ്റഡ് ആയിട്ട് ഹെൻറി മൂർ എന്ന് പറയുന്ന ഒരു ആർട്ടിസ്റ്റ് ഉണ്ടാക്കിയ സ്കൾപ്ചറാണ്. പിന്നെ ഈ കാണുന്ന പോലെ ഇവിടെ ഒരുപാട് ചെടികളുണ്ടായിരുന്നു. അതായത് ഇതിന് ജൂൺ ബെറി എന്ന് പറഞ്ഞാൽ വേറൊരു പേര്, പക്ഷേ എൻ്റെ അറിവിൽ ജൂൺ ബെറി എന്നാണ് ഇതിൻ്റെ പേര്. ഇത് ഒരുപാട് ഫ്ലവേഴ്സ് ആദ്യം വരും, പിന്നെ ഇതിന് ഒരു സിൽവർ കോപ്പർ കളറുള്ള ഒരു ടൈപ്പ് ഓഫ് ലീവ്സും വരും. ആ ചെടികൾ വെച്ചിട്ട് ഈ ഒരു ഏരിയ കംപ്ലീറ്റ്ലി അവർ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പൂ കാണാൻ ഭയങ്കര ഭംഗിയാണ്. ഭയങ്കര വലിപ്പമുള്ള ഫ്ലവേഴ്സ് ഒന്നുമല്ല, കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സാണ്. പിന്നെ ആ ഒരു ഏരിയ അവർ വളരെ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തത് എനിക്കും ഡിജിയും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നി. പിന്നെ ഇച്ചിരി കഴിഞ്ഞപ്പോഴേക്കും അവിടെ ലൈറ്റ്സൊക്കെ ഓണായി. അപ്പോൾ ഒരു യെല്ലോ സ്റ്റോൺസ് യൂസ് ചെയ്തിട്ട് ബിൽഡ് ചെയ്ത കാര്യങ്ങൾ, ആ യെല്ലോ ലൈറ്റും കൂടെ വന്നപ്പോൾ അടിപൊളിയായിട്ട് ഫീൽ ചെയ്തു. പിന്നെ ഈ കാണുന്നതും ഇവരുടെ ഒരു ഗവൺമെൻറ് ബിൽഡിംഗ് ആണ്. ഇവിടെ ഒരു പ്രൈം മിനിസ്റ്ററും 4 മിനിസ്റ്റേഴ്സും ഉണ്ട്. അവർ വലിയ വലിയ ഡിസിഷൻസൊക്കെ എടുക്കുന്ന ഒരു ഗവൺമെൻറ് ബിൽഡിംഗ് എന്നാണ് എനിക്ക് ഗൂഗിളിലൊക്കെ നോക്കിയപ്പോൾ മനസ്സിലായത്. പിന്നെ ഞാൻ നേരത്തെ കാണിച്ച പാർലമെൻറ്റും ഈ ഗവൺമെൻറ് ബിൽഡിങ്ങും ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ വാഡൂസ് ക്യാസിലില്ലേ, ആ മുകളിൽ കാണുന്ന ആ ക്യാസിൽ നിന്നും കറക്റ്റ് കാണാൻ പറ്റുന്ന ഒരു പൊസിഷനിൽ തന്നെയാണ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്. പിന്നെ ഇതൊരു മ്യൂസിക് കമ്പോസറാണ്. പുള്ളിക്കാരൻ മ്യൂണിക്കിൽ ഫേമസ് ആയ ആളാണ്, ബട്ട് ഫ്രം ലിക്റ്റൻസ്റ്റൈൻ. അങ്ങനെ സിറ്റി കൂടെയൊക്കെ കുറച്ച് കറങ്ങിയതിന് ശേഷം ഞങ്ങൾ റൂമിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. സൺസെറ്റായി. ഞങ്ങൾ റൂം എടുത്തത് ഇത്തവണ എയർബിഎൻപിയിലല്ല, ഹോട്ടലിലാണ്. ഈ ഹോട്ടലിൽ സെൽഫ് ചെക്കിനാണ്. അതായത് നമ്മളുടെ ചെക്കിൻ അവിടെ ആൾക്കാർ ആരും ഇരിപ്പില്ല. നമ്മുടെ ബേസിക് ഇൻഫർമേഷൻ എൻ്റർ ചെയ്തിട്ട് നമ്മുടെ റൂം കീ കാർഡ് ആക്ടിവേറ്റ് ചെയ്യാനെല്ലാം വളരെ സിമ്പിൾ പ്രൊസീജിയറാണ്. പിന്നെ അവിടെ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ടായിരുന്നു, വേണമെങ്കിൽ നമുക്ക് ഫുഡും കോഫിയും ഒക്കെ കഴിക്കാൻ വേണ്ടി. പിന്നെ നമുക്ക് കാർ പാർക്കിങ്ങും ഫ്രീ ആയിരുന്നു. ഹായ് പറയോ, ഇതാണോ ഹായ്? വാഷ്റൂം. അമ്മേ, ഞാൻ പേടിച്ചു പോയി. എന്നെ കണ്ടിട്ട് ഞാൻ ഇവിടെ ഞാൻ നല്ലപോലെ ഞെട്ടിപ്പോയി. അവിടുന്ന് ഇവിടെ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് നോക്കണം. ഇച്ചിരി ക്ഷീണമുണ്ട്. പിന്നെ ഇത് ട്വിൻ ബെഡാണ്. അത്രേ ഉള്ളൂ, കുഞ്ഞു റൂമാണ്. നമുക്ക് പല ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, പല ടൈപ്പ് വ്യൂ ഉള്ള റൂം സെലക്ട് ചെയ്യായിരുന്നു. ഈ ഹോട്ടലിന് ഇതിപ്പം ഞാൻ എങ്ങനെയാ ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കുന്നത്? വെയിറ്റ്, ഇത് ഇവിടെ തന്നെയാണ് സൊല്യൂഷൻ. ഇതിപ്പം നമ്മൾ കാണുന്നത് പാർക്കിംഗ് ഒക്കെയാണ്. പക്ഷേ അപ്പുറത്തെ സൈഡിലുള്ള റൂമിനൊക്കെ ആണെങ്കിൽ എന്തോ അരുവിയോ എന്തോ വെള്ളമുള്ള എന്തോ ഒരു ലേക്കാന്ന് തോന്നുന്നു വ്യൂ ഉണ്ടായിരുന്നു. പക്ഷേ ഞങ്ങളിവിടെ രാത്രി വരുന്നു, വെളുക്കുന്ന പാടെ എണീറ്റ് പോവായിരിക്കും. 6-7 മണിക്ക് എണീറ്റ് പോകാനുള്ള പ്ലാനിലാണ്. അപ്പോൾ പിന്നെ നമുക്ക് അങ്ങനത്തെ ലുക്കിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. ഇവിടെ ഒരു ഫുൾ മിററുണ്ട്. കയറുന്ന പാടെ ഇവിടെ വാഷ്റൂമുണ്ട്. ഇവിടെ നമുക്ക് വാർഡ്രോബൊക്കെ ഉണ്ട്. വാഷ്റൂം കാണിച്ചു തരാം. കുളിക്കാൻ സ്ഥലമുണ്ട്. ബാക്കി ചെറിയ വാഷ്റൂമാണ്, പക്ഷേ കൊള്ളാം. ഡിജെ, നിനക്ക് റൂം ഇഷ്ടപ്പെട്ടോ? ഓ, ഇത് അപ്പുറത്തെ വാഷ്റൂമിൽ നോക്കാൻ പറ്റുമോ? കാണാൻ പറ്റും. നമുക്ക് ബ്രഷ് ചെയ്യുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഹായ് പറഞ്ഞുകൊണ്ട് ബ്രഷ് ചെയ്യാം. നമ്മളങ്ങനെ റൂമിൽ കൊണ്ടുവന്ന് ലഗേജൊക്കെ വെച്ചു. ഇനി ഡിജെ എങ്ങനെയുണ്ടായിരുന്നു? ഇത് പറയാം. അല്ലല്ല, ലിക്റ്റൻസ്റ്റൈൻ ഫസ്റ്റ് ഡേ എങ്ങനെയുണ്ടായിരുന്നു? നൈസ്, നല്ല റോഡ്, നല്ല ഇഷ്ടപ്പെട്ടു. വണ്ടി ഓടിക്കാൻ നല്ല രസമുണ്ട്. ബട്ട് ബാക്കിയൊക്കെ നോക്കുമ്പോൾ ബാക്കി യൂറോപ്യൻ കൺട്രീസ് നമ്മൾ വിസിറ്റ് ചെയ്തപ്പോൾ നല്ലൊരു മിഡീവൽ ടൈപ്പ് ബിൽഡിങ്സും സ്ട്രീറ്റ്സും ആയിരുന്നു. പക്ഷെ ഇത് വളരെ വളരെ ന്യൂലി കൺസ്ട്രക്റ്റഡ് സ്ട്രീറ്റ്സും ബിൽഡിങ്സും. അതെ അതെ. അപ്പൊ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ബ്യൂട്ടി ഇല്ല. എനിക്കും അത് ഫീൽ ചെയ്തു. പിന്നെ സാറ്റർഡേ ഒട്ടും ആൾക്കാരില്ല. ഒരു 6 മണിയാകുമ്പോഴത്തേക്ക് സ്ട്രീറ്റ് മൊത്തം കാലിയായി, കുറച്ച് വണ്ടികൾ മാത്രമുണ്ട്. അതൊക്കെ എന്താണെന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണം. ഇവിടെ വന്നപ്പോഴേ നെറ്റ് കിട്ടിയത്. ഇനി എല്ലാം
നോക്കി മനസ്സിലാക്കണം. അപ്പം ഞങ്ങളുടെ ഡേ 1 ഇവിടെ അവസാനിക്കുമോ. ബേസിക്കലി ഞങ്ങൾക്ക് ഇനി ഡിന്നർ കഴിക്കാനുണ്ട്. അടുത്ത് വല്ല മഗ്ഡിയിലും പോയിട്ട് മേ ബി കഴിക്കുമായിരിക്കും. കാരണം നേരത്തെ കഴിച്ച് ഫുഡ് വയറ് നിറഞ്ഞു അല്ലേ ഡീജെ? അപ്പോൾ ഡേ 1 ഇവിടെ അവസാനിക്കുന്നു. താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്. നാളെ ഓശാനയാണ്. പള്ളിയിൽ പോകുന്ന വീഡിയോ ഒക്കെ ആയിട്ട് നാളെ വരാം. അൺടിൽ ദെൻ ബൈ ബൈ, ഗുഡ് നൈറ്റ്.